നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പുഷ്പ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ റിവ്യൂ ഈ ചാനലിൽ വന്നിട്ടുമില്ല. സാധാരണ നമ്മൾ പടം കണ്ടിട്ട് ശേഷം മാത്രമാണ് റിവ്യൂ കൊടുക്കാറ്, അല്ലാതെ കൊടുക്കുന്നവരുണ്ടാകാം. എന്ത് തന്നെയാലും നമ്മൾ പടം കണ്ടിട്ടാണ് റിവ്യൂ ചെയ്യാറ്. അത് ഈ പ്രാവശ്യം പടം കാണാൻ സാധിച്ചില്ല. ഇനി അത് കാണുമെന്നും ഈ അടുത്തെങ്ങും കാണുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു മരണം സംഭവിച്ചിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ബേസ് കുറച്ച് ദിവസം ഞാൻ തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, അപ്പോൾ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ സിനിമ കാണാനുള്ള സാധ്യതയുമില്ല, സിനിമ കാണാനുള്ള മൂഡിലുമായിരുന്നില്ല. എന്ത് തന്നെയാലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിവ്യൂ ഇടാതിരുന്നത്. ഇനി ഇപ്പോൾ ആ പടത്തിന്റെ റിവ്യൂ പൊതുവെ എല്ലാം പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഇനി അത് എന്ന് കാണുമെന്നുള്ളതും എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളെ കുറിച്ചാണ്. എന്ത് തന്നെയാലും റിവ്യൂ നെഗറ്റീവ് ആയിരുന്നു എന്ന് കരുതി സിനിമയുടെ കളക്ഷനെ അത് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വളരെ വളരെ ഹെവി പ്രൊമോഷനും അത്ര തന്നെ എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ ഒരു എമൗണ്ട് തന്നെയാണ് ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ ആദ്യ ദിവസം നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ വേൾഡ് വൈഡ് ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്ത്യൻ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിവസം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ, ഹിന്ദിയിൽ നിന്ന് ഒരു തെലുങ്ക് സിനിമ ആദ്യ ദിവസം നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ, അങ്ങനെ കുറെ റെക്കോർഡുകൾ അടിച്ചു തൂക്കിക്കൊണ്ടാണ് ഈ സിനിമ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാം ദിവസത്തേക്ക് കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. രണ്ടാം ദിവസത്തേക്ക് കടക്കുന്ന സമയത്ത് ഒരു കാര്യം ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും വലിയ പരാജയത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള രീതിയിലുള്ള റിവ്യൂസ് സിനിമയ്ക്ക് കിട്ടിയപ്പോൾ ഹിന്ദിയിൽ നിന്ന് വളരെ വളരെ പോസിറ്റീവായിട്ട് റിവ്യൂസ് ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മാത്രമല്ല 100% ഒക്യുപ്പൻസിയാണ് ആദ്യത്തെ ദിവസം ഹിന്ദി മേഖലയിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നേടിയിരിക്കുന്നത്. 100% ഒക്യുപ്പൻസി എന്ന് പറയുമ്പോൾ റിലീസ് ചെയ്ത എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ തിയേറ്ററുകളിലും തന്നെ ഹൗസ്ഫുള്ളാണ് ആദ്യ ദിവസം ഓടിയത് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതായത് ആ കിട്ടിയ പോസിറ്റീവ് റിവ്യൂസ് എല്ലാം ആ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തു. കിട്ടിയ പ്രൊമോഷനും ആ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ തെലുങ്കിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഹിന്ദി വേർഷന് കിട്ടിയേക്കാം. അതേ രീതിയിലുള്ള പ്രൊമോഷനും ഹിറ്റും എല്ലാം അവിടെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ഒരുപക്ഷെ സാമ്പത്തിക ലാഭത്തിലേക്കും വന്നേക്കാം, ഇത്രയധികം നെഗറ്റീവ് കിട്ടിയിട്ട് പോലും എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അത് അല്ലു അർജുൻ എന്ന് പറയുന്ന താരത്തിന്, അല്ലെങ്കിൽ പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്ന് തന്നെ പറയാം, എന്നാലും അല്ലു അർജുൻ എന്ന് പറയുന്ന താരത്തിന് ഹിന്ദിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയുടെ ഏറ്റവും പീക്ക് ലെവലാണ് പുഷ്പ 2 കിട്ടുന്നത് എന്ന് തന്നെ പറയാം. എന്ത് തന്നെയാലും ഈ ചിത്രത്തിന് കളക്ഷൻ കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ 2 സ്റ്റേറ്റുകളിൽ നിന്നായി ആദ്യ ദിവസം നേടിയിരിക്കുന്നത് 92.37 കോടി രൂപ നെറ്റ് കളക്ഷനാണ്. അത് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടല്ല, നെറ്റ് കളക്ഷൻ, അതായത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള കണക്കാണ് ഈ പറഞ്ഞ 92.36 കോടി രൂപ എന്ന് പറയുന്നത്. അടുത്തത് തമിഴ്നാടാണ്. തമിഴ്നാടിൽ നെറ്റ് കളക്ഷനായിട്ട് 7 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് 10.71 കോടി രൂപയും കിട്ടിയിട്ടുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് രണ്ടും കൊടുത്ത് കാണുന്നുണ്ട്, കേരളത്തിലെയും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത് രണ്ടായിട്ട് തിരിച്ചു പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ബോക്സ് ഓഫീസ് കണക്ക് 10.71 കോടി രൂപയും നെറ്റ് കളക്ഷൻ, അതായത് ടാക്സ് കഴിഞ്ഞിട്ട് 7 കോടി രൂപ പ്രൊഡ്യൂസർ കയ്യിലേക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അടുത്തത് കർണാടകയാണ്. തെലുങ്ക് സിനിമകൾക്ക് ഇതുവരെ തെലുങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ നിന്നാണ്. അവിടെ കന്നഡ ഡബ് ചെയ്തിട്ടൊന്നുമല്ല തെലുങ്ക് സിനിമ റിലീസ് ചെയ്യുന്നത്, തെലുങ്കിൽ തന്നെയാണ്. അത് കന്നഡക്കാരും ആ പടം കാണുന്നത് തെലുങ്കിൽ തന്നെയാണ് എന്നുള്ളത് ഓർക്കുക. 17.89 കോടി രൂപയാണ് ചിത്രത്തിന് കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് കളക്ഷൻ നേടാൻ സാധിച്ചത്. ഇത് മലയാളികളും ഈ ചിത്രം അവിടെ നിന്ന് കണ്ടിട്ടുണ്ടാകും എന്നുള്ളതും കൂടി ഊഹിക്കേണ്ടതുണ്ട്. എന്തിനേലും 17.89 കോടി രൂപ ആദ്യ ദിവസം കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് പുഷ്പയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. കേരള ബോക്സ് ഓഫീസിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം 6.56 കോടി രൂപ ബോക്സ് ഓഫീസ് കണക്കുകളായിട്ടും ടാക്സ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് കളക്ഷൻ 5 കോടിയായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കാണിക്കുന്നുണ്ട്. ഇനി എത്ര ദിവസം അത് കാണിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നാളെ ഞാൻ ഇനി പറയുമ്പോൾ ഈ 5 കഴിഞ്ഞിട്ടുള്ളത് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പറയും ഇന്നലെ ഇത്ര പറഞ്ഞല്ലോ, ഇന്ന് ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന കണക്കുകൾ കൃത്യമായിട്ട് പറയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 6.56 കോടി രൂപ ബോക്സ് ഓഫീസ് കണക്കായിട്ടും 5 കോടി രൂപ നെറ്റ് കളക്ഷനായിട്ടും കിട്ടുന്നുണ്ട്. നോർത്തിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഹിന്ദി മേഖലയിലേക്ക് വരുന്ന സമയത്താണ് കണ്ണ് തള്ളുന്നത്. 87.24 കോടി രൂപ ബോക്സ് ഓഫീസ് കണക്കുകളായിട്ടും ഇതിനകത്തുനിന്ന് ടാക്സ് കഴിഞ്ഞ 67 കോടി രൂപ നെറ്റ് കളക്ഷനായിട്ടും ഈ ചിത്രത്തിന് ആദ്യ ദിവസം ഹിന്ദിയിൽ നിന്ന് മാത്രമായി
മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. ഓവർസീസ് കണക്ക് ശരാശരി കണക്കാണ് കിട്ടിയിരിക്കുന്നത്, കൃത്യമായിട്ടുള്ള കണക്കല്ല. 68,15,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ബോക്സ് ഓഫീസ് കണക്കുകൾ കൂട്ടി നോക്കുന്ന സമയത്ത് വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ ആദ്യ ദിവസം നേടിയിരിക്കുന്നത് 282 കോടി രൂപയാണ്. 282.91 കോടി, അതായത് 283 കോടി രൂപ ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രത്തിന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. ഇനി ഇന്ത്യയിലെ മാത്രം നെറ്റ് കളക്ഷൻ നോക്കുന്ന സമയത്ത് 175 കോടി രൂപ ആദ്യ ദിവസത്തെ നെറ്റ് കളക്ഷൻ ആയിട്ട് ഓൾ ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. ഇനി ഇതിന്റെ റെക്കോർഡുകൾ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയിരുന്ന എല്ലാ റെക്കോർഡുകളും കൈകാര്യം ചെയ്തിരുന്നത് RRR എന്ന് പറയുന്ന സിനിമയാണ്. രാജമൗലി സംവിധാനം ചെയ്ത RRR എന്ന് പറയുന്ന RRR എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിവസം നേടിയ ചിത്രം അതായിരുന്നു. ആ ചിത്രത്തിന് ആദ്യ ദിവസം 133 കോടി രൂപയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അവിടെയാണ് ഈ സിനിമ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ 175 കോടി രൂപ, ഏകദേശം 42 കോടി രൂപയ്ക്ക് അധികം കളക്ഷൻ ഈ സിനിമയ്ക്ക് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് RRR കൂടുതലായിട്ട് നേടിയെടുക്കാൻ ആദ്യ ദിവസം സാധിച്ചു. RRR തന്നെയാണ് വേൾഡ് വൈഡ് കളക്ഷനിലും ഒന്നാം സ്ഥാനത്ത് ആദ്യ ദിവസം നിന്നിരുന്നത്. 223 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ആ ചിത്രത്തിന് ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് ഏകദേശം 100 കോടി രൂപ ആദ്യ ദിവസം വിദേശ മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. എന്നാൽ പുഷ്പ 2ലേക്ക് വരുന്ന സമയത്ത് പുഷ്പ 2 ഏകദേശം 282 കോടി രൂപയാണ് ആദ്യ ദിവസം ഈ പുഷ്പയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പുഷ്പയ്ക്കും വേൾഡ് വൈഡ് കളക്ഷൻ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പാതിൽ തന്നെ തരക്കേടില്ലാതെ ഈ 100 കോടിക്ക് അടുത്ത് തന്നെ, അതായത് നേരത്തെ ഞാൻ 68 എന്ന് പറയുന്ന ടാക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള തുകയായിരിക്കണം. എന്ത് തന്നെയാലും 282 കോടി രൂപ പുഷ്പ 2വിനും 223 കോടി രൂപ RRRനും ആദ്യ ദിവസം വേൾഡ് വൈഡ് ആയിട്ട് കിട്ടി. ഇന്ത്യൻ കളക്ഷൻ നോക്കുമ്പോൾ 175 പുഷ്പ 2വിനും 133 RRRനും ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് കിട്ടി. രണ്ടാമത് നിന്നിരുന്ന ബാഹുബലിയാണ് 121 കോടി രൂപ. കൽക്കിക്ക് വേൾഡ് വൈഡ് ആയിട്ട് 175 കോടി രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡ് ആയിട്ട്. KGF 2വിന് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 116 കോടി രൂപ ആദ്യ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ാണ് ഇപ്പോൾ പുഷ്പ 2 ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ ദിവസത്തെ ഒക്യുപ്പൻസി 32% മാത്രമാണ് കാണിക്കുന്നത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഹിന്ദിയിൽ 100% ഒക്യുപ്പൻസി, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. തെലുങ്കിൽ 87% ഒക്യുപ്പൻസി, അതായത് തെലുങ്കിനേക്കാൾ കൂടുതൽ ഒക്യുപ്പൻസി ആദ്യ ദിവസം കാണിച്ചിരിക്കുന്നത് ഹിന്ദിയിലാണ്. രണ്ടാം ദിവസത്തെ കണക്കുകൾ കൃത്യമായിട്ട് ലഭ്യമായിട്ടില്ല, അത് നമുക്ക് നാളത്തോടു കൂടി തന്നെ കിട്ടുമായിരിക്കും. പക്ഷെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അത് വലിയ ഡ്രോപ്പിലേക്ക് വരും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. ഹിന്ദിയിലെ കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രം പറയാം. പക്ഷെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും തെലുങ്കിൽ നിന്ന് പോലും വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ആ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വലിയ ഭാവി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് കാണുന്നില്ല. അത് കേരളത്തിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ നമുക്ക് ബുക്കിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഹിന്ദി അത് മൈൻഡ് ചെയ്യുന്നേയില്ല. അതെന്തായാലും ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞ പോലെ ഇനി ഇതിന്റെ റിവ്യൂ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പടങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ കളക്ഷനിൽ നിങ്ങൾക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞുവെന്നോ തള്ളി പറഞ്ഞുവെന്നോ നിങ്ങൾ പറയാനും സാധ്യതയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.